ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന റീഡിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് ഇതാണോ നിങ്ങളുടെ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൻ്റെ എൻഡിങ് സ്റ്റേജ് ആയോ എന്നതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഇതിലെന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ് ഏറെക്കുറെ പേരുകൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് ഗുഡ് ബൈ പറഞ്ഞു പോയിട്ടുള്ള ഒരു എൻഡിങ് സ്റ്റേജ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ തമ്മിൽ മാത്രമാണ് അവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുള്ളത്. ഡിവൈൻ ഇത് അവസാനിപ്പിച്ചതായിട്ട് ഇവിടെ കാണിക്കുന്നില്ല കേട്ടോ. നിങ്ങൾ തമ്മിലിപ്പോൾ ഓക്കെ നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് ശരിയല്ല. ഇപ്പം നിങ്ങളെ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഭയങ്കരമായിട്ടുള്ളൊരു സ്ട്രഗിൾ നിന്നിൽ നിന്നും എനിക്ക് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഈ ഒരു മനസ്സിലാക്കുന്നില്ല. ഏറെക്കുറെ പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നീ എന്നെ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ ചിലപ്പോൾ ഓവർ പോസസീവ് ആയിരിക്കണം ചില കാര്യങ്ങളിൽ. ഒരു പേഴ്സൻ്റെ അടുത്ത് വളരെ പോസസീവായിട്ടുള്ളൊരു എനർജി കാണിക്കുന്നുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾ കൺട്രോൾ ചെയ്ത് വെക്കുന്ന ഒരു എനർജി, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ഇഷ്ടം കൊണ്ടാണ്. അത് അവർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു കൺട്രോളിങ് എനർജി കാണിക്കുന്നു, ഭയങ്കരമായിട്ടുള്ള ഒരു ഫ്രസ്ട്രേഷൻ എനർജി കാണിക്കുന്നു. അപ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭയങ്കര എനിക്ക് സമാധാനമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ഇടയിൽ പറ്റി ഇങ്ങനത്തെ ഒരു എൻഡിങ് നിങ്ങൾ തമ്മിൽ ഓക്കെ നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ തരുന്ന ഒരുപാട് ഡയലോഗ്സുകൾ ആ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ചിലപ്പോൾ ബ്ലോക്ക്ഡ് ആയിട്ടുള്ള നിങ്ങൾ തന്നെ ചിലപ്പോൾ ബ്ലോക്കായിട്ട് വെച്ചിട്ടുള്ള സിറ്റുവേഷൻ, രണ്ടുപേരും ഓക്കെ ബായ് എന്ന് പറയും, രണ്ടുപേരും തീരുമാനിച്ച് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയും കൂടി കുറേയൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഇതിൻ്റെ ഒരു എൻഡിങ് സ്റ്റേജിലല്ല ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് വന്ന് നിൽക്കുന്നത് കേട്ടോ. ഇതിൽ എഗെയിൻ ഇനിയൊരു എന്താ പറയുക, നിങ്ങൾ തന്നെ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ വീണ്ടും കൂടിച്ചേരുന്നതായിട്ടുള്ളൊരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. അത് ദാറ്റ് വിൽ ബി യുവർ ബ്രൈറ്റ് ഫ്യൂച്ചർ. ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഇതിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക്. ആൻഡ് ഇപ്പോൾ നിങ്ങൾ സൈലൻ്റ് ആയിട്ട് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളൊരു ഇതിലാണ് കിട്ടുന്നത് ആൻസർ. അത് മാത്രമല്ല കുറച്ച് പേഴ്സണിൻ്റെ എനർജിയിൽ കുറച്ച് വ്യത്യാസങ്ങൾ വന്നു തുടങ്ങിയിട്ടുള്ളതായിട്ട് നന്നായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾ എന്തൊക്കെയോ സത്യങ്ങൾ മനസ്സിലാക്കണം. ഇറ്റ്സ് നോട്ട് ദ ട്രൂത്ത്. അതായത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതല്ല. നിങ്ങളിപ്പോൾ എന്തെങ്കിലും സിറ്റുവേഷനിൽ എന്താ പറയുക, നിങ്ങൾ തന്നെ ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്തിട്ട് അങ്ങനെയാണ് കാര്യങ്ങൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് നിങ്ങൾ തന്നെ ചിലപ്പോൾ തിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികൾ നിങ്ങൾ തിങ്ക് ചെയ്ത് വെച്ചിട്ടുള്ളതല്ല ട്രൂത്ത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. എന്തുകൊണ്ടത് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ എന്താണോ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്, ട്രസ്റ്റ് ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്, മിസ്അണ്ടർസ്റ്റാൻഡിങ് കാണിക്കുന്നുണ്ട്, എന്തോ ഇതല്ല സത്യം എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങൾ ആ സത്യത്തെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കൂ എന്ന് പറയുന്നുണ്ട്. ആൻഡ് ദിസ് ഈസ് ദ ലവ് സ്റ്റോറി. ഇതൊരു ലവ് സ്റ്റോറി തന്നെയാണ്. ഇതിനെ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ പ്രണയം എന്ന് ചുരുക്കി പറയാനായിട്ട് കഴിയുന്നുണ്ടായിരിക്കില്ല. നിങ്ങൾക്ക് എല്ലാം കൊണ്ടും ഇദ്ദേഹം നിങ്ങളുടെ എന്താ പറയുക, ഇദ്ദേഹം എന്ന് പറയുന്നത് പുരുഷനോ സ്ത്രീയോ ഓക്കെ, ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് ലേഡി ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ പറഞ്ഞു പോകുമ്പോൾ അത് ഓപ്പോസിറ്റായിട്ട് വരുന്നതാണ്. നിങ്ങളത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കാണാവുന്ന എനർജിയാണ് ഇത്. ഓക്കെ, നമ്മൾ പറയുമ്പോൾ അങ്ങനെ എന്താ പറയുക ഇങ്ങനെ ആയി പോകുന്നതാണ്. എന്തായാലും ബെസ്റ്റ് ആയിട്ടുള്ളൊരു എനർജി ചേഞ്ച് ഇവിടെ വരാനായിട്ടിരിക്കുന്നുണ്ട്. കുറച്ച് കാലങ്ങളായിട്ട് തന്നെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട് സിറ്റുവേഷനിൽ കൂടെ പോകുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഒരുപാട് ഡിസ്പ്യൂട്ട്സുകൾ നിങ്ങൾ തമ്മിൽ, അതായത് വഴക്കുകൾ ഉണ്ടായിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. എന്താ പറയുക, നിങ്ങൾ ചിലപ്പോൾ ഒരു വ്യക്തിയോടും ഇതുപോലെ വഴക്കടിച്ചിട്ടുണ്ടായിരിക്കില്ല. ആ ഒരു പേഴ്സണും ഒരു വ്യക്തിയോട് പോലെ ഇങ്ങനെയും വഴക്കടിച്ചിട്ടുണ്ടായില്ല. ശാരീരികമായിട്ട് ഫിസിക്കൽ പരമായിട്ടുള്ള ഒരു എന്താ പറയുക അറ്റാക്കുകൾ വരെ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഇതിൽ അത്രമാത്രം നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ട്. അതിൽ നിന്നും പല ചേഞ്ചസുകൾ ആ ഒരു പേഴ്സണ് വന്നതാണ് നിങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റാതെ വന്നിട്ടുള്ളൊരു കാര്യം. സോ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ സ്നേഹത്തെ അത് ഇറിറ്റേറ്റ് ആയിട്ട് കണ്ട് ലാസ്റ്റ് നിമിഷങ്ങളിൽ നിങ്ങളുടെ ആ ഒരു പ്യുവറായിട്ടുള്ള സ്നേഹത്തെ ആ ഒരു പേഴ്സൺ ഇറിറ്റേറ്റ് ആയിട്ട് കണ്ടു തുടങ്ങിയ ഒരവസ്ഥ വരെ ഇവിടെ കാണിക്കുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ അതിൽ നിന്നെല്ലാം ഇപ്പം ഒരു കുറച്ച് കാലങ്ങളായിട്ട് തന്നെ എനിക്ക് ഒരു 3 months അല്ലെങ്കിൽ ഒരു 1 month ആയിട്ടുണ്ടായിരിക്കണം നിങ്ങൾക്ക്. 1 month മേലെ തന്നെ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജി എനിക്കിവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അവർക്ക് ഏറെക്കുറെ കാര്യങ്ങളെ എന്താ പറയുക
കാര്യങ്ങളെ മാറ്റുന്ന എനർജിയാണ് കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇതിൽ ഒരു തേർഡ് പേഴ്സൺ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് എന്നുള്ളൊരു എനർജി എനിക്കിവിടെ കിട്ടുന്നുണ്ട്. അത് ഡിവൈൻ വില്ല് തന്നെയാണ്. എനിക്കറിയില്ല, മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. തേർഡ് പേഴ്സൺ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് നിങ്ങൾ എന്ന പേഴ്സൻ്റെ വാല്യൂ മനസ്സിലാക്കി കൊടുക്കാനാണ്. ഓക്കെ, സോ ഇവിടെ അങ്ങനെ ഒരു കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ആ ഒരു പേഴ്സൺ ഇപ്പോൾ നമ്മളടുത്ത് സ്നേഹം ഉണ്ടായോ, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കുമോ, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ വേറെ ആളായിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇവിടെ കൺഫർമേഷൻ ആയിട്ട് നമുക്ക് കാർഡ് തന്നിട്ടുള്ളത് ഹി ഓർ ഷീ സ്റ്റിൽ ലവ്സ് യു. അതായത് അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങൾ ഉണ്ട് എന്നതാണ്. എനിക്ക് നന്നായിട്ട് തന്നെ എനർജി കിട്ടുന്നുണ്ട്. ഓഫ് കോഴ്സ് അതിൻ്റെ ഒരു കാർഡ് റെപ്രസെൻറ്റേഷൻ നമുക്കിവിടെ വന്നിട്ടുമുണ്ട്. ഇപ്പോഴും അവർ നിങ്ങളെ ലവ് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ അവരും മനസ്സിലുണ്ട് എന്ന് തന്നെയാണ്. അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട് ഏതോ ഒരു കോണിൽ ഇപ്പോഴും. എന്താ പറയുക, ഇപ്പോൾ സാഹചര്യങ്ങൾ രണ്ട് വഴിക്ക് ആയിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ, പക്ഷെ ഇപ്പോഴും അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട് എന്നുള്ളതാണ് സത്യം. കാരണം ആ ഒരു പ്യുവറായിട്ടുള്ള ലവ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്, ജെന്യുവൻ ആയിട്ടുള്ളൊരു സ്നേഹം, തീവ്രമായിട്ടുള്ളൊരു സ്നേഹം എല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് അത് അവർ ഈ ഒരു ജന്മത്തിൽ അത് നിങ്ങളിൽ നിന്നും ആയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ അവരുടെ ഒരു ഫീലിങ്സ് എനിക്ക് എന്താ കിട്ടണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ഐ കാൺ ഫേസ് യു റൈറ്റ് നൗ എന്നുള്ളൊരു മെസ്സേജ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് നിങ്ങളെ ഇപ്പോൾ അവർക്ക് ഒരു കറണ്ട് ഫീലിങ്സിലാണെങ്കിൽ ആയിട്ട് എടുക്കാം, അവർക്ക് ഇപ്പോൾ നിങ്ങളെ ഫേസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പിന്നെ ചിന്തിക്കുന്ന കാര്യം, എന്തിനാണ് കണ്ടുമുട്ടിയത്? കാരണം എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എന്തിനായിരിക്കും ഇങ്ങനെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരിക്കും. അവർ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച്. ആ ചിന്തകളുടെ വൈബ്രേഷൻ ചിലപ്പോൾ നിങ്ങൾക്കും ഇവിടെ കിട്ടുന്നുണ്ടായിരിക്കണം. എന്തിനാണ് എന്താ പറയുക കണ്ടുമുട്ടിയത്? പലപ്പോഴും എൻ്റെ അവസ്ഥ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ തയ്യാറായില്ല, അവർ തയ്യാറായില്ല എന്നുള്ളൊരു എനർജി കൂടെ കിട്ടുന്നുണ്ട് എനിക്ക്. ആൻഡ് ഇപ്പം എന്തോ ആ ഒരു പേഴ്സൺ ഒരു ഡിപ്രഷൻ, ഒരു 10-20% ആൾക്കാരുടെ പേഴ്സൺസും കൂടെ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്നൊരു കാര്യം കാണിക്കുന്നുണ്ട്. ഓക്കെ, അവർ കുറച്ചുകൂടെ ഒരു സമയം വേണം എന്നുള്ളൊരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പിൽ തെറ്റിപ്പിരിയുന്ന സമയത്ത് ഒരു ട്രീ, ഇപ്പോൾ ശിശിരകാലത്ത് എങ്ങനെയാണ് ഒരു ട്രീയിലെ എല്ലാ ഇലകളും പൂക്കളും ഒക്കെ കൊഴിഞ്ഞു പോകും അല്ലേ, അങ്ങനെ ആയിരുന്ന അവസ്ഥയായിരുന്നു നിങ്ങളുടേതിൽ. പക്ഷെ ആ ട്രീയിൽ ഇപ്പോൾ ഇലകളും പൂക്കളും തളിർത്ത് തുടങ്ങി എന്നാണ്. തളിർത്ത് ഒരുവിധമായിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, നിങ്ങൾക്ക് ആ ഒരു എനർജി കാണാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ വന്ന് നിൽക്കുവാണ്. കാരണം ഞാൻ പറഞ്ഞു, നാച്ചുറലി ഹീൽ ചെയ്യുന്ന അവസ്ഥകൾ പലതും ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരുപാട് എന്താ പറയുക ഹീൽഡ് ആയിട്ടുണ്ട്, കുറേ ആൾക്കാരുടെ ഹീൽഡ് ആയിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്.